ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ നമ്മുടെ ശാസ്താംകോട്ടയിൽ നേരത്തെ ഇരുന്ന ഒരു എസ് ഐ ഉണ്ട്. ഷാനവാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പം എസ് ഐ ഷാനവാസ് സാറ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗം ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ വാരിയിട്ട് നെഗറ്റീവും പോസിറ്റീവുമായിട്ട് അലക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് അതിന് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ളൊരു സമയം കിട്ടില്ല. കാരണം ഒരു ദിവസം ഒരു വീഡിയോ തന്നെ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. സ്കൂളുള്ള ദിവസങ്ങളിൽ അവധി ദിവസങ്ങളൊന്നും ഇടയ്ക്ക് വരുമ്പോഴത്തേനും വേറെ തിരക്കുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ വിഷയത്തെപ്പറ്റി ഞാനും ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കാണണം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ മാതാപിതാക്കൾ, പേരൻസ് ആണ് ഈ വീഡിയോ കൂടുതലും കണ്ടിരിക്കേണ്ടത്. അപ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഞാനൊന്ന് വായിക്കാം. ഒന്ന്, കണ്ണെഴുതുന്ന യുവാക്കളെ ശ്രദ്ധിക്കണം. അവർ ഡ്രഗ് ഉപയോഗിക്കുന്നത് മറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. 2, രാത്രി 9 മണിക്ക് ശേഷം ചായ കുടിക്കാനെന്നും പറഞ്ഞ് കൗമാരക്കാരായ കുട്ടികൾ പുറത്തിറങ്ങുന്നുണ്ട്. അത് സമ്മതിക്കരുത്. 9 മണിക്ക് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണം. അതുപോലെ ആൺകുട്ടികളെ ഒരിക്കലും അവരുടെ മാതാപിതാക്കൾ രാത്രി 7 മണിക്ക് ശേഷം വീടിന് പുറത്ത് വിടരുത്. അവർ മയക്കുമരുന്നിന് അഡിക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെതിരെയാണ് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവും പോസിറ്റീവുമായ ഒരുപാട് ആക്രമണങ്ങളും കമന്റുകളും വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അദ്ദേഹം ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. വർഷങ്ങളായിട്ട് ഇതിന്റെ പിറകെ നടക്കുന്ന അദ്ദേഹത്തിന് ഇതിന്റെ വരും വരായികകളും വിപത്തുകളും നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. അപ്പൊ എന്തിനാണ് നിങ്ങളിങ്ങനെ വിമർശിക്കുന്നത്? പാതിരാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ചായ കുടിക്കാനെന്നും പറഞ്ഞും മസാല ചായ കുടിക്കാനെന്നും പറഞ്ഞും കുറെ എണ്ണം ബൈക്ക് കൊടുത്ത് ഇങ്ങനെ പോവുകയാണ്. രാത്രി ചില വീടുകളിലേക്ക് വരുന്നത് ആക്സിഡന്റ് ആയത്, മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ കോളുകളാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന പോലീസുകാർക്ക് ആക്സിഡന്റ് ആയതെന്ന് പറഞ്ഞ് ഫോൺ വരും. എൻ്റെ ഹസ്ബൻഡ് ഉൾപ്പെടെ. അന്നേരം അവർ എഴുന്നേറ്റ് ഓടും. ഇതെല്ലാം ഈ കുട്ടികൾക്ക് സംഭവിക്കുന്ന വിപത്തുകളാണ്. 6 മണിയായാൽ 7 മണിയായാലും ഒരു പെൺകുട്ടി വീട്ടിൽ വന്നില്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കില്ലേ? അതുപോലെ ആൺകുട്ടി വന്നില്ലെങ്കിലും അന്വേഷിക്കണം. ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും. ഇപ്പൊ പിന്നെ പെൺകുട്ടികളും അങ്ങനെ കൃത്യസമയം വീട്ടിൽ കയറാൻ അങ്ങനെയൊന്നും ഇല്ല. എങ്കിലും ഞാനൊരു 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. ഒരു 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയായാലും വീട്ടിൽ വന്നില്ലേ നമ്മൾ അന്വേഷിക്കില്ലേ? എവിടെ പോയെന്ന് നമ്മൾ തിരക്കില്ലേ? അതുപോലെ ആൺകുട്ടിയും തിരക്കണം. അവൻ കൂട്ടുകാരോട്ട് പുറത്തോട്ട് പോയി, അവൻ ഫ്രണ്ട്സിനോടൊപ്പം ചായ കുടിക്കാൻ പോയി, അവൻ ഫ്രണ്ടിന്റെ വീട്ടിൽ പാർട്ടി ആഘോഷിക്കാൻ പോയി, അവൻ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയി. ഇങ്ങനെ പറഞ്ഞ് കൈയൊഴുകിയല്ലേ നമ്മൾ പേരൻസ് ചെയ്യുന്നത്? നിങ്ങളെക്കാളും ഉത്തരവാദിത്തം കാണിക്കുന്നവരാണ് പോലീസുകാരും. എനിക്ക് തോന്നുന്നു പോലീസുകാരും അധ്യാപകരും, ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകരും. നമ്മളെല്ലാവരും ദിവസവും ഇടപഴകുന്നത് ഇങ്ങനെയുള്ള കുട്ടികളായിട്ടും പോലീസുകാരാണെങ്കിലും അതുപോലുള്ള രീതിയിലുള്ള കുട്ടികളുമായിട്ടും അല്ലെങ്കിൽ സമൂഹത്തിലെ യുവാക്കളുമായിട്ട് അങ്ങനെയുള്ളവരുമായിട്ട് ഇടപഴകുന്നത് കൊണ്ട് അനുഭവത്തിലാണ് അവർ ഈ പറയുന്നത്. നമ്മുടെ മക്കൾ വഴിപിഴച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു 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 പരിധി വരെയും അധ്യാപകർ അതിന്റെ ഒരു വിക്റ്റിമാണ്, പോലീസുകാരതെ. അപ്പൊ നിങ്ങൾ പേരൻസ് ദയവായി കുട്ടികളെ കുറച്ചുകൂടി വിജിലന്റ് ആയി അവരെ എന്താ പറയുന്നത് ശ്രദ്ധിക്കൂ. സാർ അതിനകത്ത് പറയുന്നൊരു വാക്കുണ്ടായിരുന്നു. എന്താ പറയുന്നത്, ഞാൻ ഈ സാധനങ്ങൾ പറക്കി അടുക്കി വെച്ച സമയത്ത് ഒരു പൊതി അമ്മ വന്ന് കണ്ടു. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചപ്പോ എന്തോ ബൈക്കിനകത്ത് പെട്രോൾ ഇടാവാതിരിക്കാൻ വേണ്ടി ഇടുന്ന ഒരു പൊടിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അമ്മ ചോദിച്ചാൽ നീയും അങ്ങനെ തന്നെ പറയണമെന്ന് സാറിന്റെ പ്രസംഗം ഞാൻ കേട്ടതാണ്. അപ്പൊ ഈ മെസ്സേജ് അവര് പിന്നെ അവന്റെ ഫോണിൽ നിന്ന് അവർക്ക് കിട്ടിയതാണ് ഈ മെസ്സേജ്. അപ്പൊ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിയില്ല ഇതിനെക്കുറിച്ച്. അത് കൂടി വിജിലന്റ് ആക്കാനല്ലേ പോലീസുകാരായാലും എക്സൈസുകാരായാലും അല്ലെങ്കിൽ അധ്യാപകരായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തുന്നത്. എന്തെങ്കിലും ഒരു സംശയമുള്ള അല്ലെങ്കിൽ ഈ കുട്ടികൾ സമയത്ത് വീട്ടിൽ വരുന്നില്ല എന്നൊക്കെ പേരന്റ് വന്ന് പറയുമ്പോൾ ഞങ്ങൾ അധ്യാപകർ അവളെ വളരെ കർശനമായിട്ട് പേരന്റ്സിനോട് പറയാറുണ്ട്. അവരെവിടെ പോകുന്നു അന്വേഷിക്കണം, ആരുടെ കൂടെ പോയി അന്വേഷിക്കണം, ആരുടെ വീട്ടിൽ പോയി അന്വേഷിക്കണം, സ്കൂളിൽ വന്നാൽ കൃത്യമായി അവൻ സ്കൂളിൽ വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം, കറക്റ്റ് തിരിച്ചെത്തുന്ന സമയത്ത് വീട്ടിൽ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ആധുനിക ലോകത്തിൽ ഇങ്ങനെ അഴിച്ചു പറത്തി അങ്ങ് വിടുക എന്ന് പറയുന്നത് ഫ്രീഡമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ ഒരു പരിധിവരെ പേരൻസ് അത് ചെയ്യണ്ടേ? അതിനുശേഷം അധ്യാപകർ ചെയ്യണ്ടേ? പോലീസുകാർ ചെയ്യണ്ടേ? ഇതൊക്കെ ചെയ്യുമ്പോൾ അധ്യാപകർ മോശക്കാരാവും, പോലീസുകാർ മോശക്കാരാവും. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളെ നാളെ വളർന്നു വരുന്ന ഒരു തലമുറ, ഒരു സമൂഹം എന്ന് പറയുന്നത് ഡ്രഗ് അഡിക്റ്റ് ആയി, കഞ്ചാവ് അഡിക്റ്റ് ആയി, ആരെയും തിരിച്ചറിയാനാവാതെ ഇപ്പൊ തന്നെ നമുക്കറിയാം. അച്ഛനേതാ, അമ്മയേതാ, സഹോദരങ്ങളേതാ, കുടുംബക്കാരേതാ എന്നും ആർക്കും തിരിച്ചറിയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ക്രൈംസ് ആണ് ഒരുപാട് ഇവിടെ നടക്കുന്നത്. അപ്പോൾ പോലീസുകാരെ എതിർക്കുന്നതിന് മുമ്പ്, അധ്യാപകരെ എതിർക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കൂ.
ഇതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഈ പുതിയ തലമുറ ഒരിക്കലും ഇതൊന്നും അംഗീകരിച്ച് തരത്തില്ല. 2K കിഡ്സ് എന്തോ ഈ ജെൻസി തലമുറ അങ്ങനെ കുറെ പേരുകളൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും ഇതൊന്നും അംഗീകരിച്ച് തരത്തില്ല. എല്ലാ ഫ്രീഡവും എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തു തന്നെ കുട്ടികളെ വളർത്തണം, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ ഒരു സമൂഹത്തിൽ എൻ്റെ ഒരു അഭിപ്രായം എന്തെന്നറിയോ, അവർക്ക് പോകേണ്ട എല്ലാ സ്ഥലങ്ങളിലും പേരൻസ് കൊണ്ടുപോവുക. അവർക്കൊരു സുഹൃത്തിന്റെ ബർത്ത്ഡേക്ക് പോകണം, പേരന്റ് അവിടെ കൊണ്ടുവിടുക. തിരിച്ചെപ്പോൾ വരുമോനെ, തിരിച്ചു വന്ന് വിളിച്ചുകൊണ്ട് വരാം കേട്ടോ. സ്നേഹത്തോടെ അത് പറഞ്ഞ് ശാസിച്ച് അവരെ കൊണ്ടുവിടുക, തിരിച്ചു വിളിക്കുക. ഞാൻ ഒന്ന് കൂട്ടുകാരുടെ വീട്ടിൽ പോവാം, ശരി മോനെ പൊയ്ക്കോ. എപ്പോഴാണ് നീ പോകുന്നത്? ഇന്ന സമയത്താ. ശരി, തിരിച്ചു വരുമ്പോഴത്തേന് അച്ഛൻ അതിലേ വരാം, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അമ്മ അതിലേ വരാം. നീ കൂട്ടുകാരോടൊക്കെ എൻജോയ് ചെയ്തിട്ട് എപ്പോഴാന്ന് വെച്ചാൽ വിളിച്ചാൽ മതി കേട്ടോ. കാശ് വല്ലതും വേണോ നിനക്ക്? എന്താണ് നിങ്ങളവിടെ ഭക്ഷണം കഴിക്കുന്നത്? നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എവിടെയാണ് പോകുന്നത്? സിനിമയ്ക്ക് വല്ലതും പോകുന്നുണ്ടോ? സ്നേഹത്തോടെ ഇറങ്ങാൻ നേരം മോനെ, വീട്ടിൽ ഞങ്ങൾ രണ്ടും ഉണ്ട്. ഞങ്ങൾ അച്ഛനും അമ്മയും നിന്നെ കാത്തുവിടെ ഇരിക്കും. വേറെ ഒരു അബദ്ധത്തിലും ചെന്ന് ചാടരുത്. നിന്റെ കൂടെ ഉള്ളവർ അങ്ങനെ എന്തെങ്കിലും അബദ്ധം ചെയ്താലും നീ അത് വിലക്കണം. ഒരിക്കലും ഒന്ന് ചെയ്യരുതെന്ന് പറയണം. നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ അന്നേരം അവിടെ നിന്ന് തിരിച്ചു പോന്നേക്കണം. ഞങ്ങളെ നീ ഓർക്കണേ. ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങൾ എന്നും മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ അവരുടെ കാര്യത്തിൽ വിജിലന്റ് ആയിരിക്കുക. മക്കൾ നമ്മുടെയാണ്, പക്ഷെ ഒരു സംശയക്കണ്ണോടുകൂടി മാത്രം എപ്പോഴും അവരെ നോക്കണം. എന്ന് കരുതി അത് അവരുടെ മുമ്പിൽ എപ്പോഴും അങ്ങ് പബ്ലിക്കാക്കി നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെ പറയണം നല്ല പറയുന്നത്. പക്ഷെ ആ പറയുന്നതിനും പോകുന്നതിനും എല്ലാം ഒരു എന്താ പറയുക, നമ്മുടേതായ ഒരു കെയറിങ്ങും കൺട്രോളും അവരറിയാതെ നമ്മൾ വെക്കണം. എപ്പോഴും അവരുടെ പിറകെ നടത്തി ഉപദേശിക്കുന്നതും എപ്പോഴും അവരുടെ പിറകെ നടത്തി ഇങ്ങനെ ശല്യപ്പെടുത്തി ഒന്നും അവർക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടമില്ല. ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ അവരതൊന്നും അംഗീകരിച്ച് തരത്തില്ല. പക്ഷേ ഒരു മയത്തിന് അവരുടെ കൂടെ നടന്ന് നമ്മൾ എപ്പോഴും ഇങ്ങനെ വിജിലന്റ് ആയിരിക്കണം. എന്നാൽ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നുകയും വേണം. എന്നാൽ നമ്മൾ അവരോട്ട് ശ്രദ്ധിക്കാതെ ഇരിക്കുകയും ചെയ്യരുത്. ആ ഒരു രീതിയിൽ. താങ്ക് യു.